അർജുൻ, അതേസമയം നമ്മൾ ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുമെന്ന് നിരീക്ഷിച്ചിരുന്നുവല്ലേ? കാരണം നമ്മളുടെ അധിക സേനയെ വിന്യസിച്ചതൊന്നും തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. സേന അവിടെ തന്നെ തുടരുകയായിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ധാരണ പ്രകാരം സൈന്യം അവിടെ തന്നെ തുടരുകയായിരുന്നു. ഒരു പ്രത്യാക്രമണം ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകും, അപ്പോൾ അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി അവിടെ തുടരുകയാണ്. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു തിരിച്ചടി ഒന്നും ഉണ്ടായിട്ടില്ല. അവരിവിടെ ആക്രമിച്ചു, നമ്മളതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു തിരിച്ചടി എന്ന നിലയിൽ പെട്ടെന്നുണ്ടാകുമോ, അതോ ഇനി മറ്റന്നാൾ നടക്കുന്ന ചർച്ച വരെ കാത്തിരിക്കുമോ? എന്താണ് ഇന്ത്യയുടെ നീക്കം? ഹിമ, ഈ കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അതായത് ഇന്ത്യ കൃത്യമായി തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പാകിസ്ഥാൻ എത്രത്തോളം വില കൽപ്പിക്കും, ബഹുമാനം നൽകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ സംയുക്ത സേനാ വക്താക്കളുടെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. അതായത് ഈ സൈനിക നടപടികളാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. സേനാ പിന്മാറ്റമില്ല. അതായത് ഇതിനോടകം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക വിന്യാസമുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കൂടുതൽ സേനയെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചിരുന്നു. ആ സേനകളെല്ലാം തന്നെ തൽസ്ഥിതി തുടരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് നമ്മുടെ കേന്ദ്രം. അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും സൈനിക വക്താക്കളും. ഒരു സേനാ പിന്മാറ്റം പെട്ടെന്നുണ്ടാവില്ല. പാകിസ്ഥാന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറൈഷി പറഞ്ഞൊരു കാര്യമുണ്ട്. അസാധാരണമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കരസേന മുന്നേറ്റം കാണുന്നുണ്ട് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് എന്നുള്ളത്. അതായത് കരമാർഗമുള്ളൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള തരത്തിൽ. അതിന് പിന്നാലെയാണ് പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ധാരണയുണ്ടായത്. ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സേനയെ പിന്മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സേനാ പിന്മാറ്റം ഉടനില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തൽസ്ഥിതി തുടരാൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങൾ കൂടി, കുറച്ച് മണിക്കൂറുകളെങ്കിലും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടിലേക്കാണ്, നീക്കത്തിലേക്കാണ്, നടപടിയിലേക്കാണ് നമ്മളുടെ കേന്ദ്ര സർക്കാരും സൈന്യവും പോയിരിക്കുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് DGMO തലത്തിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ഇപ്പോൾ ഹ്രസ്വ നേരത്തേക്കൊരു ഹോട്ട്ലൈൻ ചർച്ച നടന്നിരിക്കുന്നു. അതിൽ പക്ഷേ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതിൽ. എന്തായാലും നമ്മുടെ സേന കുറച്ച് നാൾ കൂടി ഇതേപോലെ തന്നെ ഈ ഡിപ്ലോയ്മെൻറ്റുകളിൽ തുടരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ മറ്റൊരു ഓർഡേഴ്സിനും ഈ സീസ്വയർ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് വെടിനിർത്തൽ കരാർ നിലവിലുള്ളത് കൊണ്ട് തന്നെ അത് മറ്റ് ബാധകമാവില്ല. പക്ഷേ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ്റെ നഗരങ്ങൾക്കകത്തേക്ക് കയറി, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായതുപോലെ പാകിസ്ഥാൻ്റെ നഗരങ്ങൾക്കകത്തേക്ക് കയറി ചെന്ന് ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ പ്രത്യാക്രമണവും നടത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്തിട്ടില്ല. അതെന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. നിരീക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. തുടർ നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ള കാര്യം മനസ്സിലാക്കി അത് നിരീക്ഷിച്ച ശേഷം മാത്രമേ ഇനിയൊരു പ്രത്യാക്രമണം പാകിസ്ഥാൻ അകത്തേക്ക് നടത്തുള്ളൂ എന്നുള്ള കാര്യമാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ പ്രകോപനത്തിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി, അത് ഡ്രോണുകൾ വെടിവെച്ചിട്ടിട്ടായാലും നിർവീര്യമാക്കിയിട്ടായാലും കരസേനയ്ക്ക് തക്കതായിട്ടുള്ള മറുപടി വെടിവെപ്പിലൂടെ നൽകിയിട്ടായാലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നമ്മൾ ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. തീർച്ചയായും അർജുൻ, തിരിച്ചടിക്കാൻ സേനയ്ക്ക് എന്തായാലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം എന്തായാലും അത്തരത്തിലൊരു തിരിച്ചടിയില്ല. പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ, അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയുള്ളൂ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനമുണ്ടായി. പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. അതിർത്തിയിൽ സമാധാനമാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.